നമുക്ക് തഞ്ചാവൂരിലേക്ക് എങ്ങനെ എത്തിച്ചേരാന്ന ഡീറ്റെയിൽസ് മുമ്പുള്ള വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയി പറഞ്ഞിട്ടുണ്ടായിരുന്നു. വീഡിയോ കാണാത്തവർ പ്രൊഫൈലിൽ കയറി ജസ്റ്റ് ഒന്ന് സ്വൈപ്പ് ചെയ്ത് നോക്കിയാൽ മതി. ഇനി നമുക്ക് തഞ്ചാവൂരിൽ എന്തൊക്കെയാണ് കാണാനുള്ളതെന്ന് നോക്കിയാലോ. തഞ്ചാവൂർ പെരിയ കോവിലേക്ക് പോകാനായിരിക്കും എല്ലാവരുടെയും ഫസ്റ്റ് പ്രയോറിറ്റി അല്ലെ. മുമ്പ് പറഞ്ഞതുപോലെ ഏർലി മോർണിംഗ് എത്തുകയാണെങ്കിൽ ഒട്ടും തിക്കും തിരക്കുമില്ലാതെ നമുക്ക് ഈ ക്ഷേത്രത്തിന്റെ ഭംഗി ആസ്വദിക്കാനും ഫോട്ടോസും വീഡിയോസും ഒക്കെ ഷൂട്ട് ചെയ്യാനും സാധിക്കും. റെയിൽവേ സ്റ്റേഷന്റെ മുന്നിൽ നിന്ന് ഷെയർ ഓട്ടോയ്ക്ക് 10 രൂപ കൊടുത്ത് നമുക്ക് ക്ഷേത്രത്തിന്റെ മുന്നിൽ വന്നിറങ്ങാം. പെരിയ കോവിലിൽ നിന്നും നടന്നു പോകാനുള്ള ദൂരമേ തഞ്ചാവൂർ പാലസിലേക്കുള്ളൂ. പാലസിലേക്കുള്ള എൻട്രി ഫീ മൊത്തത്തിൽ വന്നത് 60 രൂപയാണ്. ചരിത്രമൊക്കെ ബുക്കിൽ മാത്രം വായിച്ചറിയാണ്ട് നേരിട്ട് കാണണം എന്നുള്ളവർക്ക് വരാൻ പറ്റിയ ഒരു കിടിലം പ്ലേസ് തന്നെയാണ് ഈ പാലസ്. ഒരുപാട് ആർട്ട് ഗാലറീസും ഹാൻഡിക്രാഫ്റ്റ് സെയിൽസും ബെൽ ടവറും വെയിലിന്റെ സ്കെൽട്ടനും ഒക്കെ കണ്ട് നേരെ പോയത് പാലസിന്റെ തൊട്ടടുത്തുള്ള ഈ വീണ ഉണ്ടാക്കുന്ന സ്ഥലത്തേക്കാണ്. പാലസിന്റെ മെയിൻ എൻട്രൻസിൽ നിന്ന് ലെഫ്റ്റിലേക്ക് 200 മീറ്റർ മാറിയാണ് ഇതിന്റെ ലൊക്കേഷൻ വരുന്നത്. ഇവിടെ നിന്ന് വീണ ഉണ്ടാക്കുന്നത് കാണുക മാത്രമല്ലാതെ അവ നിങ്ങൾക്ക് സ്വന്തമാക്കുകയും ചെയ്യാം. 30,000 രൂപ മുതലാണ് വീണയുടെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അടുത്തത് തഞ്ചാവൂരിൽ നിന്ന് നേരെ കുംഭകോണത്തിലേക്ക്.